ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ നമുക്കിന്ന് പരിപ്പ് കറി തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലാസ് പരിപ്പ് കഴുകി കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും ഒരു 10 വെളുത്തുള്ളി അല്ലി കഴുകിയതും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചതച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാളയാണ് എടുത്തിട്ടുള്ളത്. ഈ ചൂടായ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടി വരുമ്പോൾ ഒരു വലിയ സവാളയുടെ പകുതി ഭാഗം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. കൂടെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉണക്കമുളകും ഇതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന സമയത്ത് നമുക്ക് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഒന്നും കൂടെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച ചുവയുണ്ട് അതൊന്ന് മാറുന്ന വരെ തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മളെ കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പരിപ്പായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് കടലപ്പരിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനിതാ ഇതൊന്ന് വെന്തിട്ടുള്ള പരിപ്പാണല്ലോ. അപ്പോൾ ഇനി തവി വെച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക. കറി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുക. ഇല്ല അധികം ഗ്രേവി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും വേണ്ട, പരിപ്പ് കുത്തി കഴിച്ച പോലെ നമുക്ക് ഉടച്ചെടുത്താൽ മതി. ഇപ്പോൾ ദാ നമ്മുടെ രുചികരവും സ്വാദിഷ്ടവുമായ പരിപ്പ് കറി തയ്യാറായിട്ടുണ്ട്. ദോശയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോയുമായി വരുന്നതിലേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.